തേ യു ത ത തേ യു ത ഹ തേ യു ത ത തേ യു ത ഹ തക്ക ത തേ യു ത ത തേ യു ത ഹ തേ യും ത ത തേ യും ത ഹ തക്ക ത. കൗണ്ട് 1 നമ്മൾ അരമണ്ഡലം വരുന്നു. ആദ്യത്തെ കൈ നമ്മളിങ്ങനെ ഉയർത്തിയിട്ടാണ് ഒരു ഡയഗണൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നീട്ടിയെടുക്കുന്നതിനേക്കാളും ഭംഗിയാണ് കൈ നന്നായി മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ ഒരു ഡയഗണൽ പൊസിഷൻ വരുന്നതാണ്. കൈയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഭംഗി. കൗണ്ട് 1 ആ കൗണ്ട് 1 കാല് നമ്മൾ മടക്കി നീട്ടി വെക്കും. അപ്പൊ കാല് മടക്കി നീട്ടി വെക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ കൈ മുകളിലേക്ക് ഉയർത്തി ആ റൈറ്റ് കാലിനോട് ചേർന്ന് ആ കൈ വരും. സോ 1 ഇതാണ് 1. 2 എന്ന് പറയുന്ന പൊസിഷൻ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് തട്ടുന്നതാണ്. സോ 2. പൊസിഷൻ 3 നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റ് കാല് ഫുള്ളായിട്ട് സ്ട്രെച്ച് ആയേക്കാണ്. നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇങ്ങനെ ബോഡി മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതിനേക്കാളും ഭംഗിയാണ് കുറച്ച് ബോഡി ഒന്ന് മുൻപിലേക്കൊന്ന് ആഞ്ഞ് നിവർന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് കൈ ബാക്കിലത്തെ കൈ ഇങ്ങനെ തിരിയാതെ റൈറ്റ് കൈ ഇങ്ങനെ ബെൻഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. റൈറ്റ് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതാണ് ഭംഗി. റിസ്റ്റ് തിരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സോ റിസ്റ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. 3, 4 ഈ പൊസിഷൻ കാല് ലെഫ്റ്റ് കാല് മടക്കി തട്ടി. 4. നാട്ടടവ് 7 ആദ്യത്തെ 4 മൂവ്മെന്റ്സ് ആണ് നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. 7ാമത്തെ നാട്ടടവിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുദ്രകൾ ഘടകാമുഖം, അലപത്മം.